ഹലോ, ഇതാണ് എൻ്റെ ടെറസ് ഏവിയറിക്കകത്തുള്ള ഒരു പെറ്റൂണിയ പ്ലാന്റ്. അത് ഫ്ലവറിങ്ങിൽ ഇപ്പോൾ ഉള്ള പെറ്റൂണിയ പ്ലാന്റ് ഈ കളറാണ്. ഇതിലാരെങ്കിലും പെറ്റൂണിയയുടെ സീഡ് കണ്ടിട്ടില്ലാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ സീഡ് ഇതാണ് മര സീഡ്. നമ്മുടെ ഫ്ലവർ കഴിയുന്ന ആ ഭാഗത്ത് ആണ് ഇതിൻ്റെ സീഡ്സ് വരുന്നത്. ഇതിപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് എടുക്കാറായ സീഡ്സാണ്. ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. സാധാരണ പ്ലാന്റ്സിൽ ചെറുതാണ്. ഇതിൻ്റെ നാടൻ പോലത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സീഡ് ആക്ച്വലി അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് സീഡ്. എൻ്റെ അകത്തിൻ്റെ പൊട്ടി നമ്മുടെ ചീര വിത്തിനേക്കാളും ചെറുതാണ്, വളരെ ചെറുതാണിത്. നമ്മൾ ചീര വിത്തിനേക്കാളും കുഞ്ഞു പൊടീസാണ്. ഇതിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ്. അത്ര ഈസി അല്ല. എന്നാൽ ചില സമയത്ത് ചില പ്ലാന്റിലുള്ളത് എളുപ്പം കിളിച്ച് കിട്ടുകയും ചെയ്യും. നമുക്കിതിന് എന്തായാലും ഒന്ന് നട്ട് നോക്കുകയും വേണം. ഇത് ആക്ച്വലി കോക്കോപീറ്റാണ്. കോക്കോപീറ്റും മണലും കൂടെ ചേർന്നതാണ്. അപ്പം നമുക്ക് ഈ കുഞ്ഞ് വിത്ത് ഇതിലങ്ങ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മണ്ടയിൽ മണ്ണോ ഒന്നും ഇടാൻ നിൽക്കണ്ട. ഇനി ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്ന്.